എനിക്ക് ആക്ച്വലി 9-ാം തീയതിയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 10th എക്സാം ആയതുകൊണ്ട് ഐ കുഡൻ ഡു ഇറ്റ് ആൻഡ് എനിക്ക് ഭയങ്കര വിഷമമായി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. എന്നെക്കാളും വിഷമം എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സ് ഒക്കെയുടെ ഭയങ്കര ഡൈ ഹാർട്ട് ഫാൻസ് ആണ്. അപ്പൊ അവരായിരുന്നു നീ എക്സാമിന് രാത്രി ഇരുന്ന് പഠിച്ചാലും കുഴപ്പമില്ല, രാവിലെ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നു പറഞ്ഞ. ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഡിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കരിയറിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷനിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ ആസ് ആൻ ആക്ടർ? നല്ല സിനിമ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി. ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴേ ഷാഡോ പേരന്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷാഡോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മലയാള സിനിമയിൽ അത്ര പുതിയതായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാ ചേട്ടൻ അപ്രോച്ച് ചെയ്തത്? കുറെ നാൾ കഴിഞ്ഞ് ഇവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവക്ക് കുട്ടിയായിട്ട് ഞാൻ ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം ബാംഗ്ലൂർ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവളുടെ കുട്ടീനെ എടുത്ത് സിംഗിളിന്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് കത്തി കാണിച്ചിട്ട് ഇന്ത്യ ഞാൻ കുത്തും എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നീ പിള്ളേരൊക്കെ ആരുടെയും കയ്യിലിരിക്കുമ്പോ ഭയങ്കര രസം, സ്വന്തമായിട്ട് കിട്ടുമ്പോഴാണ് ഇതിനെ അറിയുള്ളൂ. ചേട്ടൻ കുറെ കാലമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വ്യത്യസ്തമായ പല റോളുകളും ചെയ്തു. എനിക്ക് പൊന്മാനിലെ യേശുക്രിസ്തുവിനെ കണ്ടപ്പോൾ റോബിയുടെ എന്റെ ഫ്രണ്ടിന്റെ മോൻ പൈന ഇവനെക്കാളും ചെറുതാ. അപ്പൊ അവൻ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടാകുമ്പം യേശുവിനെ നോക്കിയിട്ട് പറയാ ദീപക്കേട്ടൻ എപ്പോഴും പറയും. അപ്പോ നല്ല രസമുള്ള ക്യാരക്ടർ ആയിരുന്നു അത്. ഇതുപോലെ ഞങ്ങള് ഇരിക്കുന്ന സമയത്ത് അത് വന്നിട്ട് ഒരു നൂല് കിട്ടുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എന്തിനാണെന്നൊന്ന് അറിയണമെന്ന് ചോദിച്ചു. പിന്നെ അതിലേക്ക് നടന്ന് എവിടുന്ന് ഒരു നൂലായിട്ട് വന്നിട്ട് പല്ലിന്റെ ഒരു അറ്റത്ത് കെട്ടിട്ട് ഇത് മറ്റേ അറ്റം ഡോറിൽ വെച്ചിട്ട് ഡോറ് എന്നൊരടിച്ച് പല്ല് തെറിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഈ പല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ പല്ല് പറിച്ചു. അതല്ല ആദ്യമായിട്ടല്ലേ നിങ്ങളൊക്കെ കാണുന്നേ സ്റ്റാർട്ടിംഗ് ട്രബിൾ. അത് കഴിഞ്ഞിട്ട് നിനക്ക് പിന്നെ പിന്നെ നമുക്കായിരുന്നു ഈ സിനിമ ഷൂട്ട് കഴിയുന്നത് വരെ ഇവന് ഒരു ഫുൾ പീസിൽ ഉണ്ടാവും. സിനിമ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആരെയും മിസ് ചെയ്ത് പ്രശ്നം ഇന്റർവ്യൂ പഠിച്ചതാണ് മോനെ അമ്മ എന്നെ അവൻ ഇടക്കിടക്ക് മെസ്സേജ് ചെയ്യാം. സത്യസന്ധമായി പറഞ്ഞ അത് മറ്റേ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു. അല്ല ഇപ്പൊ ഞാനിപ്പം അതിന് മുമ്പ് അറിയിപ്പ് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകൾ ചെയ്യുമ്പോഴും അപ്രോച്ച് വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെയാണ്. അത് ഞാൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫാൻസ് വേറെ രീതിയിലാണല്ലോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ടൊന്നും ബന്ധമില്ല, അല്ലാതെ കുറച്ചും കൂടി പോപ്പുലാരിറ്റി വൈസൊക്കെ ആലോചിക്കുമ്പോൾ. ആദ്യം വലുതായി കഴിഞ്ഞാല് ഉപ്പയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് സർക്കിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യാൻ? ഒരു സ്ഥലം അത് എന്തുകൊണ്ട് അവരിത് കണ്ടിരിക്കണം എന്ന് ആസ് എ ഫാദർ ആഗ്രഹം ഉണ്ടാവും? ട്രാവലിംഗും കൂടെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അവര് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഹായ് ഹലോ, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. സർക്കിട്ട് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഇന്നുള്ളത് ആസിഫിക്ക, തമ ഡയറക്ടറാണ്, ആൻഡ് ദിവ്യ, ദീപക്കേട്ടൻ ആൻഡ് ഒർഹാനല്ലേ പ്രൊനൗൺസ് ചെയ്യുക? ഞാൻ ഇന്നലെ അതായിരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിരുന്നത് പഠിക്കാൻ. ജപ്പു. ഓക്കെ. സർക്കിട്ട് എന്നുള്ള പേര് കേട്ടപ്പോഴേ ഭയങ്കര കൗതുകം തോന്നി. അതായത് നമ്മുടെ ജീവിതത്തിനോട് ഭയങ്കരമായിട്ട് ചേർന്ന് നിൽക്കുന്ന പേരാണ്, ഭയങ്കര ഫെമിലിയർ ആണ്. ഈ പടത്തിനെ പറ്റി ഓരോ വാക്കിൽ പറയാൻ പറഞ്ഞാൽ അതെന്തായിരിക്കും? സർക്കിട്ടാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു സർക്കിട്ട് തന്നെയാണ്. ഓക്കെ. ഒരു ബോണ്ടിങ്ങിന്റെ കഥ. ഓക്കെ. ജോണ്ട് പറയാം ഫാമിലി ഡ്രാമ. ഓക്കെ. ദീപക്കേട്ടൻ ഒരു യാത്ര. ഒരു സൗഹൃദത്തിന്റെ സർക്കിട്ട്. ഈ പേരിലേക്ക് എങ്ങനെ എത്തണേ? അല്ല, ഇത് ബേസിക്കലി സിനിമ ഒരു ജേണിയാണ്, ഷോർട്ട് ടൈം ആയിട്ടുള്ള ജേണി. അപ്പോൾ നമ്മളിങ്ങനെ ആ ജേണീനെ എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ആലോചിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ പറയുന്ന വാക്കാണ് ഇങ്ങനെ നമുക്കൊരു ചെറിയ സർക്കിട്ട് അടിച്ചാലോ എന്ന്. ഈ സർക്കിട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, അതെപ്പോഴും ഭയങ്കര ജോയ് ആയിട്ടുള്ള പരിപാടിയായിരിക്കും. നമ്മൾ ലോങ് ടൂറോ അല്ലെങ്കിൽ അതൊരു പ്രഷറും സ്ട്രെസ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ജോയിയാണ് ഈ സിനിമയുടെ ഒരു കോറും. പേര് കേട്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന്. അതുകൊണ്ടാണ് ആ സർക്കിട്ട് എന്നുള്ള ടൈമിലേക്ക് കണക്ട്. ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴേ ഷാഡോ പേരന്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷാഡോ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മലയാള സിനിമയിൽ അത്ര പുതിയതായിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണല്ലോ. അപ്പൊ അതിനെ എങ്ങനെയാ ചേട്ടൻ അപ്രോച്ച് ചെയ്തത്? എനിക്ക് എന്റെ മോന് ഇപ്പൊ 11 വയസ്സാണ്. അപ്പൊ ഞാനും അതുമായിട്ടുള്ള ബോണ്ടിങ് ഇപ്പൊ നമുക്ക്, എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവള് ഇതുപോലെ കോളേജിൽ ഫൈനൽ ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചേഴ്സിന്റെ കുട്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കും, ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇത് കുറെ നാൾ കഴിഞ്ഞ് ഇവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവക്ക് കുട്ടിയായിട്ട് ഞാൻ ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ബാംഗ്ലൂർ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവളുടെ കുട്ടീനെ
എടുത്ത് സിങ്കിന്റെ മേളിൽ ഇങ്ങനെ വെച്ചിട്ട് കത്തി കാണിച്ചിട്ട് ഇന്ത്യ ഞാൻ കുത്തും എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് നീ പിള്ളേരൊക്കെ ആരുടെയും കയ്യിലിരിക്കുമ്പോ ഭയങ്കര രസം. സ്വന്തമായിട്ട് കിട്ടുമ്പോഴാണ് ഇതിനെ അറിയുള്ളൂ. കാര്യം ഇതിന് ഒരു കുട്ടിയെ നമ്മൾ ത്രൂ ഔട്ട് ഇവന്റെ മൂഡ് സ്വിങ്സ് മുഴുവൻ ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നത്. അപ്പൊ അത് ശരിക്കും ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ കുട്ടികളിലെ കാണുന്ന ഫണ്ണും ഇവരുടെ ക്യൂട്ട്നെസ്സും ഒക്കെ മാറിയിട്ട് ഇവരുടെ റിയൽ ആയിട്ടുള്ള ഫേസ് ഡീൽ ചെയ്യാന്നുള്ളത് ഭയങ്കര കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ അതാണ് എന്നെ ഇതിൽ അട്രാക്ട് ചെയ്തത്. ഈ സ്ക്രിപ്റ്റിൽ അതുണ്ട്. ഒരു പാരന്റിങ്ങിനെ പറ്റിയിട്ടും കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നത്, കുട്ടികൾക്ക് എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള എന്റെ ഒരു തമർ വേർഷൻ ഇതിനകത്തുണ്ട്. മേ ബി തമറിന്റെ കുട്ടിക്കും ആ സെയിം ഏജ് ആണ്. നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പേര്. ഇപ്പൊ നമുക്കറിയാലോ കുട്ടികൾ അവരാഗ്രഹിക്കുന്ന പോലെ ഒരു പാരന്റ് ആവണം എന്ന് പറയുമല്ലോ. അതെങ്ങനെ ആവേണ്ടതെന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. കാര്യം നമുക്ക് ഇവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യണം, ഇവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ നമ്മളാണ് ഇവരുടെ മുന്നിലുള്ളത്. അപ്പൊ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പാരന്റ് ആവുമ്പോൾ ചിലപ്പം അത് ഒരു ഭയങ്കര സ്പോയിൽഡ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഭയങ്കര തിൻ ലൈനാണ്. അപ്പൊ ആ പാരന്റിങ് ആണ് ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ സ്ക്രിപ്റ്റിലൂടെ ആളുകൾക്കും കണക്ട് ആവാൻ പോകുന്നത്. ഈ സിനിമ കാണുമ്പോൾ നമുക്ക് അയ്യോ കുട്ടിയുടെ കൂടെ നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ ആ കുട്ടിയുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ കൊടുക്കുന്ന സമയം, അത് ആ കുട്ടിക്ക് ഉണ്ടാക്കുന്ന എത്ര വലിയ ഇമ്പാക്റ്റ് ആണെന്നുള്ളതൊക്കെയാണ് ഇതിൽ കൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ബീങ് എ മദർ, ഇത്രയും കുസൃതിയുള്ള ഒരു കുട്ടിയുടെ അമ്മയുടെ റോള് ചെയ്തപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഞാൻ സ്ക്രിപ്റ്റിലുള്ളത് അതുപോലെ ഫോളോ ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് വീട്ടിലാണെങ്കിലും ഒക്കെ എൻ്റെ സിസ്റ്ററിനെയും ചേച്ചീനെയും ഒക്കെ ഞാൻ റെഫറൻസ് ആയിട്ടൊക്കെ എടുത്ത് ഇങ്ങനെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്കൾ കൺവിൻസ്ഡ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ആസിഫ് പറഞ്ഞ പോലെ പാരന്റിങ്ങിൽ കുറെ കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില കാര്യങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താണ് ലാക്ക് ചെയ്യുന്നത് ചിലപ്പോ ഈ സിനിമയിൽ നിന്ന് മനസ്സിലാവും. ദീപകേട്ടാ, ഇങ്ങനെ ഒരു കുട്ടീനെ കണ്ടപ്പോഴേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരാളെ കിട്ടുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അഭിപ്രായം? അല്ല അതായത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബേസിക്കലി ഇങ്ങനത്തെ ഒരാളെ വേണമെന്നൊന്നുമില്ല. നോർമലി ഇപ്പൊ നമ്മളിപ്പോ കാറിന്റെ അകത്ത് പോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഇവൻ ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. അപ്പൊ കാറിന്റെ അകത്ത് നമ്മൾ പോകുന്ന സമയത്ത് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശരിക്കും ദേഷ്യം വരും. അപ്പൊ ആ സിനിമയിൽ അങ്ങനെ ഒരു സീക്വൻസ് ആണ്, പക്ഷെ ഭയങ്കര ദേഷ്യം വരും. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാന്നുള്ളതും നമ്മളതെങ്ങനെ ദേഷ്യം കുട്ടിയെടുത്ത് കാണിക്കാതിരിക്കണം എന്നുള്ളതും ഒക്കെ ഈ സിനിമയിൽ കുറെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ സമ്മതിക്കണം, പാരന്റ്സിന് ഉറപ്പായിട്ട് സമ്മതിക്കണം. നമ്മള് ഈ ഒരു സിനിമ ഒരു 10-30 ദിവസം കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്താണ്. അപ്പൊ ആ 30 ദിവസത്തിനിടയിൽ ഈ പറയുന്ന പോലെ ഒരു കുട്ടിയുടെ അച്ഛനായിട്ട് നമ്മൾ കുറച്ച് ദിവസമേ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളിലേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മളൊക്കെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മയോട് ഭയങ്കര സ്നേഹവും സന്തോഷവും തോന്നും. എന്നിട്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയെന്നുള്ളത് ആലോചിക്കുമ്പോഴേ, കാരണം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, പക്ഷെ ചില സ്ഥലത്തൊക്കെ നമുക്ക് രസവും തോന്നുന്ന, എനിക്കറിയില്ല, എനിക്ക് കുട്ടികളില്ലാത്തതുകൊണ്ട് ഉടനെ അറിയാൻ പറ്റില്ല. ഈ ഒരു കഥ ഇൻസ്പയർഡ് ആവണത് ഏതെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അടുത്തുനിന്നാണോ? അല്ല, ഈ ഇതിലെ കുറേ ഇവൻ്റൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ മോൾക്ക് ഏകദേശം ഇതേ വയസ്സാണ്, 7 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കുറേ സീക്വൻസ് ഒന്നും ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാനിരുന്നല്ല. അവളെന്താ ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു ലിഫ്റ്റ് അമർത്തുന്നത്, അതുപോലെ വണ്ടിയിൽ തല കുത്തിയിട്ട് നിൽക്കുന്നത്, അതുപോലെ ഭക്ഷണം കഴിക്കുന്നത് അതിന് വാശി പിടിക്കുന്നത്, TV വെച്ച് ഡാൻസ് ചെയ്യുന്നത്, ഇതെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ അവളുടെ ഭാഷകളൊക്കെ തന്നെയാണ് ഞാൻ ഇതിൽ കുറേയൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അത് വളരെ അത് യൂണിവേഴ്സലാണ്, സെയിം. കാരണം ഇതിന്റെ പല കട്ടും കണ്ടിട്ട് ഈ ലിഫ്റ്റ് അമർത്തുന്നതൊക്കെ എല്ലാ ഫ്ലാറ്റിലുള്ള എല്ലാ പിള്ളേരും ചെയ്യുന്ന പരിപാടി. അവരമർത്തിയാലാണ് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞത്. അതുപോലെ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ അവർ ബാക്കിൽ നിന്നിട്ട് അവർ അവരുടെ ഇഷ്ടത്തിന് ഓടിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മളൊരു ദിവസം വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോയി. അപ്പൊ താഴ്ന്ന് കഴിച്ചോണ്ടിരിക്കും, മോളിൽ നിന്നൊരു പയ്യൻ ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ഭയങ്കര ബഹളം, നിർത്തുന്നില്ല. അവൻ കരച്ചിലും ബഹളം നിർത്തുന്നില്ല. അപ്പൊ പറഞ്ഞു അവരുടെ വീട്ടിൽ ജപ്പു ആണെന്ന്. അപ്പൊ താഴെ അതേ ക്യാരക്ടർ, ഭയങ്കര ഡയറക്ടറാണല്ലോ, ഭയങ്കര ഡയറക്ടറായി. പക്ഷെ ഇതിലെ നമ്മൾ ഫെമിലിയർ ആണെന്ന് പറയുമെങ്കിൽ ഇതിലെ ചില കുസൃതി കണ്ടപ്പോഴേ, ട്രെയിലർ കണ്ടപ്പോൾ വളരെ ന്യൂ ആയിട്ട് തോന്നിയത് പല്ലില് ഒരു ത്രെഡ് കെട്ടുക, കാറ് ഓടിക്കുക എന്നൊക്കെ പറയണത് എന്റെ മോൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഓക്കെ. ഞാൻ ആസിക്കാട് കഥ പറഞ്ഞപ്പോ ഏതോ 1-2 എണ്ണം ഇത് നമ്മുടെ മോളിൽ ഇരുന്നതാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ ഞങ്ങള് ഇരിക്കുന്ന സമയത്ത് അത് വന്നിട്ട് ഒരു നൂല് കിട്ടുമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ എന്തിനാണെന്നൊന്ന് അറിയണോന്ന് ചോദിച്ചു. പിന്നെ അതിലേക്ക് നടന്ന് എവിടെ നിന്ന് ഒരു നൂലായിട്ട് വന്നിട്ട് പല്ലിന്റെ ഒരു അറ്റത്ത് കെട്ടിട്ട് ഇത് ഡോറില് മറ്റേ അറ്റം ഡോറിൽ വെച്ചിട്ട് ഡോറ് ഒരടിച്ച് പല്ല് തെറിച്ചു.
അത് കഴിഞ്ഞിട്ട് ഈ പല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് ഞാൻ പല്ല് പറിച്ചു എന്ന് പറഞ്ഞു. അല്ലെ നമ്മള് ഇങ്ങനെയല്ല ചെറുപ്പത്തിലാണ് thought process. അതെ ഇത് എക്സ്പോഷർ അത്ര ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും. നമുക്ക് ഒരു പല്ല് പോവാന്നൊക്കെ പറഞ്ഞ ചെറുപ്പത്തില് എന്തോ വലിയ അമ്മമ്മക്ക് വന്നിട്ട് ഇങ്ങനെ ആട്ടി നോക്കിക്കണെങ്കിലേ ഭയങ്കര പാടുള്ള. എനിക്ക് വിഷമാവുമായിരുന്നു അത് നോക്കിയിട്ട്. പല്ല് പോയല്ലോ സെപ്പറേഷൻ ആൻസൈറ്റി. പിന്നെ ഇതിലെ പയ്യെന്ന് പറഞ്ഞത് കുറച്ചും കൂടി ADHD എന്ന് പറഞ്ഞൊരു എനിക്ക് തോന്നി സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഹാലുസിനേഷന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചില്ല ഒരു ഡയഗ്നോസിസ് വരുന്ന പോലെയൊക്കെ അപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ചില സാധനങ്ങൾ നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവിലല്ല കാണുക. ആ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നോർമൽ ഹൈപ്പറിനെക്കാട്ടും കുറച്ച് എക്സെൻട്രിക് ആയി മാറുന്നത്. അപ്പൊ ആ ഒരു മീറ്റർ ഉണ്ട് എന്ന് മാത്രം. ഹലോ മിണ്ടാണ്ട് നിൽക്കുക കുറെ നേരമായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? എന്ത് തോന്നി സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയപ്പോ? കൊള്ളാം. ഞാൻ ഇതുവരെ ഇത്ര വലിയ റോൾ ചെയ്തിട്ടില്ല. ഓക്കെ. ഇതല്ലാതെ തവറിക്കായും പാവമായിട്ട് എനിക്കൊരു പേടിയില്ലായിരുന്നു. പിന്നെ എല്ലാം ചെയ്യുമ്പോഴും എന്റെ കൂട്ടിൽ ആസിക ഉണ്ട്. കൂടുതൽ സീൻ ആസിക്കായി ഞാനുള്ളായിരുന്നു നൈറ്റ് ഷൂട്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരോ കൂടുതലുള്ളേ. അപ്പൊ എനിക്ക് വലിയ ഇതൊന്നും ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. എന്തിനാ പേടിക്കണത്? അതല്ല ആദ്യമായിട്ടല്ലേ ഇത് നിങ്ങളൊക്കെ കാണുന്നേ. സ്റ്റാർട്ടിങ് ട്രബിൾ. അത് കഴിഞ്ഞിട്ട് നിനക്ക് പിന്നെ അതൊന്നും പിന്നെ നമുക്കായിരുന്നു ഈ സിനിമ ഷൂട്ട് കഴിയുന്നത് വരെ ഇവൻ ഒരു ഫുൾ പീസിൽ ഉണ്ടാവണം. ഞങ്ങള് സിനിമ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആരെയും മിസ് ചെയ്ത്? പ്രശ്നം ഇന്റർവ്യൂ പഠിച്ചിട്ടാണ് മോനെ അമ്മ എന്നെ അവൻ ഇടക്കിടക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. താമരകവി ആയിരിക്കും. താമരകവി എന്നായിരിക്കും. അത് ഷൂട്ടിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എല്ലാരെയും മിസ് ചെയ്യാറുണ്ട്. പക്ഷെ കൂടുതൽ ഇങ്ങോട്ടും അങ്ങോട്ടും മെസ്സേജ് അയക്കാറുള്ള ആസിക്കായും തവറിക്കായോ. അപ്പൊ എന്റെ മെസ്സേജ് കണ്ടില്ല. നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പേരന്റിങ്ങിൽ വരുന്ന ഡിഫറൻസസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇതിന്റെ ഒരു മേജർ ഫാക്ടർ ന്യൂക്ലിയർ ഫാമിലിയിൽ വന്നതായിട്ട് തോന്നി. ബിക്കോസ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള ആളുകളായിട്ട് തോന്നി. അത് കുറച്ചും കൂടെ തോന്നി എനിക്കൊക്കെ. ന്യൂക്ലിയർ ഫാമിലി ആയതിൻ്റെതായ ബുദ്ധിമുട്ട് ഇങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യണതിലുണ്ട് എന്നുള്ളത്. ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. കാര്യം ഇപ്പം ഞാൻ വളർന്നു വന്നത് നമ്മളൊരു ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. ഞാനും വാപ്പ, ഉമ്മ, എൻ്റെ അനിയൻ, എൻ്റെ വാപ്പയുടെ ബ്രദറ്, വൈഫ്, 2 കുട്ടികള്. അപ്പൊ ഞങ്ങള് വീട്ടില് ഒരു 8 പേര് മിനിമം എപ്പോഴും ഉണ്ടാവുമായിരുന്നു. പിന്നെ ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എപ്പോഴും സംസാരിക്കാനും കളിക്കാനും ഒക്കെ കൂട്ടുകാരുണ്ട്. അപ്പം ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സ്ക്രീൻ അഡിക്ഷൻ കൂടുതൽ വന്നിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലൊന്നും ചെയ്യാനില്ലാത്ത ടൈമിൽ നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞ് നമ്മൾക്ക് ഇറിറ്റേറ്റഡ് ആവും എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫോൺ എടുത്ത് കൊടുക്കും. അവിടെ പോയി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പല സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മളുടെ ചെറുപ്പത്തില് കുസൃതിയാണ് അല്ലെങ്കിൽ പാവമാണ്, ഈ 2 ക്ലാസിഫിക്കേഷനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പല പല പ്രശ്നങ്ങൾ, ഇപ്പൊ ADHD എന്നൊക്കെ പറയണത് നമ്മളിപ്പോഴാ ഡിപ്രഷൻ ഉണ്ട് അങ്ങനെയൊക്കെ കുട്ടികളെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നു. ഓവർ തിങ്കർ ആണ് കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ പാരന്റ്സ് കാണിച്ചു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട്, ഫ്രണ്ട്സിന്റെ അടുത്ത് നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊന്നും ഓപ്ഷൻ ഇല്ലാതെ ആയി പോകുന്നുണ്ട് പല സമയത്തും കുട്ടികൾ. അതിന്റെ ഹൈഡിങ് കാര്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഫോൺ റെസ്ട്രിക്ഷനെ ഡീൽ ചെയ്യണേ? ഫോൺ റെസ്ട്രിക്ഷൻ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസും ഇവർ പഠിക്കുന്ന കാര്യങ്ങളും നമ്മളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ ഇപ്പം, അതായത് ആദ്യം സ്കൂളിൽ പോകുന്നതിന് മുന്നേ കോണ്ടിനെന്റ് വൈസ് കൺട്രീസും അതിന്റെ ഫ്ലാഗ്സും പഠിക്കും. ഇപ്പൊ തവർ പറഞ്ഞാൽ യൂണിവേഴ്സൽ ആണ്, എല്ലാ വീട്ടിലെ കുട്ടികളും ആ ഏജിലുള്ള കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എവിടെ റെസ്ട്രിക്ട് ചെയ്യും ഇത്? ഇവരോട് ഇത് കാണണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെയും നമുക്ക് പറ്റുന്നത് സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. സമയം കുറയ്ക്കണേ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവർക്ക് വേറൊരു ആക്ടിവിറ്റി കൊടുക്കണം. അപ്പൊ അതാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വരും, മാക്സിമം ഫ്രീ ഉള്ള ടൈമിൽ ട്രാവൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരുമിച്ച് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ കുട്ടികളായിട്ട് തന്നെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ്. അല്ല ഇത് എന്താ പറഞ്ഞാൽ ഇതിനൊരു ഫോർമുല ഇല്ല, നമ്മൾ ഇത് കണ്ടുപിടിച്ച് തന്നെ ഇത് സോൾവ് ചെയ്യണം. 2 ചേച്ചിമാരാണ് ഉള്ളത് അല്ലേ? അപ്പൊ ഈ പടം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പണ്ട് ചെയ്ത എന്തെങ്കിലും ഓർമ്മകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? ഞാൻ ഇത്രയും അമ്മേരെ ബുദ്ധിമുട്ടിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? 3 പെൺകുട്ടികൾ ചേരുമ്പോ ഉള്ളൊരു രസം ഉണ്ടാവുമല്ലോ വീട്ടില്. ഞാൻ പക്ഷെ എനിക്ക് എന്റെ ചേച്ചീനെ ഓർത്തത്. കാരണം ചേച്ചിക്ക് 2 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ അവന്റെ കാര്യമാണ് കൂടുതൽ റിലേറ്റ് ചെയ്തത്.
നമുക്ക് ഇത്രയും പ്രശ്നം നമ്മൾ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അമ്മേനേക്കാളും എനിക്ക് എൻ്റെ ചേച്ചിനെ ഓർമ്മ വന്നത്. ചേച്ചി അവനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ ലിഫ്റ്റിന്റെ കാര്യമാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള കാര്യം, അതൊക്കെ റിലേറ്റബിൾ ആണ്. ചേട്ടൻ കുറെ കാലമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വ്യത്യസ്തമായ പല റോളുകളും ചെയ്തു. എനിക്ക് പൊന്മാനിലെ യേശുക്രിസ്തുവിനെ കണ്ടപ്പോഴാണ് ഇത് ഭയങ്കര കറക്റ്റ് ആണല്ലോ തോന്നിയത്. എത്ര പേര് പറഞ്ഞു മതി ചെറിയെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവർക്കും അത് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റേ റോബിയുടെ എന്റെ ഫ്രണ്ടിന്റെ മോൻ പൈന ഇവനെക്കാളും ചെറുതാ. അപ്പൊ അവൻ പള്ളി പോയി കഴിഞ്ഞിട്ടാകുമ്പം യേശുവിനെ നോക്കിയിട്ട് അവൻ പറയാം ദീപക്കേട്ടൻ അവൻ എപ്പോഴും പറയും. അപ്പോ നല്ല രസമുള്ള ക്യാരക്ടർ ആയിരുന്നു. അതിന്നേ ഇതിലെ ക്യാരക്ടറിലേക്ക് വന്നപ്പോ എങ്ങനെ തോന്നി? കാരണം ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറെ വ്യത്യസ്തമായ രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിരാമായണത്തിൽ ചെയ്ത റോളേ അല്ല മഞ്ഞുമൽ ബോയ്സിൽ ചെയ്തത്, അതേപോലെയല്ല ഇതിൽ ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ പെർസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാ തോന്നിയത്? ഇല്ല, ശരിക്കും ഇത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് താമര ഇതിന്റെ കഥ പറയുന്നുണ്ടായിരുന്നത്. അപ്പം ഞങ്ങള് കാക്കനാടിലെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇരുന്ന കഥ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കഥ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓക്കെയാണ് ഇത് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇൻ കേസ് അപ്പം അന്ന് ഒരു 4 മാസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു സിനിമ ഡിസംബറിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇൻ കേസ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ സൈഡിൽ നിന്ന് തോന്നിയാൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ, എനിക്ക് ചെയ്യാൻ ഓക്കെ ആണെന്നാണ് ഞാൻ കഥ കേട്ടപ്പോൾ പറഞ്ഞത്. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു താമര പറഞ്ഞ രീതിയൊക്കെ വെച്ച് നോക്കിയിട്ട്. ഇപ്പൊ സിനിമ ഞാൻ കണ്ടു, ഇപ്പം മൊത്തം ഫൈനൽ മിക്സ് ചെയ്ത വേർഷൻ അല്ല, അല്ലാത്ത വേർഷൻ, അത് ഭയങ്കര രസമായിട്ട് നമുക്ക് കഴിയുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സിനിമയാണ്. അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പം ഇതുവരെ ചെയ്ത സിനിമകളിലൊക്കെ അങ്ങനെ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ വന്നെത്തുന്നതാണ്. ഞാൻ ഇപ്പൊ ഈ പറയുന്ന പോലെ അങ്ങനെ കണ്ടെത്തിപ്പോയി അഭിനയിക്കുന്നൊന്നല്ല. ഇപ്പൊ പൊന്മാനിൽ അഭിനയിച്ചതും അവസാന നിമിഷമാണ് ഞാൻ ആ ക്യാരക്ടറിലേക്ക് സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ സംഭവിച്ച ഇവരിൽ ഓരോരുത്തർക്കും എങ്ങനെയാ എത്തുന്നത്? അതാ ദിവ്യ ക്യാൻസർ പൊട്ടല്ലേ? അല്ല, ആക്ച്വലി ആസിക്ക ഞങ്ങൾ 1001 നുണകൾ കണ്ട സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചു മേടിച്ച പടമാണ് 1001 നുണകൾ കണ്ടു കഴിഞ്ഞ് രാത്രി ഞാൻ OTT-ലാണ് കണ്ടത്. കണ്ടു കഴിഞ്ഞ് ഡയറക്ടർ കാർഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ തപ്പി ഇത് ആരാണെന്നുള്ളത്. എന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ പടം കണ്ടു, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു പടം നിങ്ങളുടെ ചെയ്തിട്ടുള്ളത്. ആസിക അങ്ങനെ കഥ പറഞ്ഞ് പിന്നെ ആസിക്കാക്കും ഇഷ്ടമായി, അങ്ങനെ ചെയ്തതാണ്. പിന്നെ ദിവ്യ ഞാൻ എനിക്ക് തോന്നുന്നു അറിയിപ്പൊക്കെ കണ്ട സമയത്ത് ഇതാണല്ലോ ഏകദേശം സ്റ്റെപ്പ് നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ഇതൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദീപക്കിന് ഇതുപോലെ തന്നെ ആ സമയത്ത് ഇറങ്ങിയ ദീപക്കിന് ഒരു പ്രത്യേകം എത്ര പടത്തിനും ചെറിയ ക്യാരക്ടറാണ്, അത് ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. മാത്രമല്ല മറ്റേതിനായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അച്ഛനായിട്ട് ആരാന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഈ പടത്തിൽ ത്രൂ ഔട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ദീപക്കിനോട് പറഞ്ഞപ്പോൾ ദീപക് അത് ഫുൾ ഓഫ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദീപക്കിനോട് പറഞ്ഞു, ദീപക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയാണ് പരിപാടി വന്നത്. പിന്നെ ജപ്പു എന്നുള്ള ക്യാരക്ടറിനെ കണ്ടെത്താൻ ഞങ്ങൾ ഓഡീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം 750 കുട്ടികളെ ഞാൻ നേരിട്ട് തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ്, കാരണം ഈ പടത്തിലൊരു ബാക്ക് ബോൺ പോലത്തെ ഒരു പരിപാടിയാണ്. അവനങ്ങനെ ഓഡീഷനിലും കണ്ടത്. ക്യാൻസർ പറഞ്ഞപ്പോഴേ എനിക്ക് ചോദിക്കണം എന്നുള്ള ഒരു കാര്യം ചോദിക്കാതെ പോകാൻ പറ്റില്ല. ആദ്യമായിട്ട് കാണുമ്പോൾ ഇന്റേണലി ആസ് ആൻ ആക്ടർ വന്നിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ആളുകൾ പെർസീവ് ചെയ്യുന്ന രീതിയിലൊക്കെ എന്തായാലും ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഇന്റേണലി എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്യാൻസർ? സത്യസന്ധമായി പറഞ്ഞാൽ അത് മറ്റേ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു. അല്ല, ഇപ്പൊ ഞാനിപ്പം അതിന് മുമ്പ് അറിയിപ്പ് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സിനിമകൾ ചെയ്യുമ്പോഴും അപ്രോച്ച് വളരെ ഹോണസ്റ്റ് ആയിട്ട് തന്നെയാണ്. അത് ഞാൻ അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാ സിനിമകളെയും ക്യാരക്ടേഴ്സിനൊക്കെ വളരെ സത്യസന്ധമായിട്ടും അതിന് പറ്റുന്ന പോലെയുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് ക്യാൻസ് വേറെ രീതിയിലാണല്ലോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ടൊന്നും ബന്ധമില്ല. അല്ലാതെ കുറച്ചും കൂടി പോപ്പുലാരിറ്റി വൈസൊക്കെ ആലോചിക്കുമ്പം അങ്ങനെ അത്രേ ഉള്ളൂ. ഇപ്പൊ ആക്സിഡന്റലി ആണ് സിനിമയിലേക്ക് വന്നത്. ഇപ്പൊ 2 വർഷം മുന്നേ ഒരു ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഒരു പേടി ഉണ്ടാവാറുണ്ട്. കാരണം ഈ ഒരു ക്രാഫ്റ്റ് പഠിക്കാതെ വന്നത് കൊണ്ട് ഓരോ സിനിമയിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത്. അത് ഇപ്പോഴും ഈ സിനിമയിലും അങ്ങനെ ഒരു ഫിയർ ഉണ്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ? ഉറപ്പായിട്ടുണ്ട്. നമ്മൾ ഈ ഓഫീസിൽ പോയിട്ട് ഒരു ജോലി ചെയ്യുന്ന പോലെയല്ലോ, എല്ലാം ന്യൂ അല്ലേ ക്യാരക്ടേഴ്സ്. അപ്പൊ ഞാൻ അങ്ങനെ അഭിനയത്തില് എന്നുവെച്ചാൽ ഞാൻ അങ്ങനെ പാഷനേറ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. നല്ല പാഷൻ വരുള്ളൂ. ക്രാഫ്റ്റ് പതുക്കെ പതുക്കെ അറിഞ്ഞിട്ടാണ് ആ പാഷനും വളർന്നത്. അതിനോടൊപ്പം റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുണ്ടോ? അത് ഓരോന്ന് കഴിയുമ്പോഴും ഉണ്ട്. ഉറപ്പായിട്ടും അത് ഇന്റേണലി കുറച്ചും കൂടെ ആൾക്കാർ ഇനി വേറെ രീതിയിൽ, കാരണം ഞാൻ ഈ പാൻസിൽ പോയ പടത്തിലാണെങ്കിലും ഒരുപാട് വലിയ വലിയ ഫിലിം ക്രിറ്റിക്സിന്റെ അടുത്തു നിന്നൊക്കെ പെർഫോമൻസിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്.
അപ്പം മാക്സിമം നമ്മൾ പറ്റുന്ന പോലെ, പിന്നെ നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല, അത് ഒരു കൂട്ടം ആൾക്കാരുടെ ഒരുമിച്ചുള്ള ഒരു ഇതാണല്ലോ. പേടി എപ്പോഴും ഉണ്ട്, എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പും പേടിയുണ്ട്. ആദ്യത്തെ 2-3 ദിവസം നല്ല പേടിയിലായിരിക്കും. അതാ ഒരു കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടും. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ ആവുമ്പോഴായിരിക്കും ഒരു ട്രാക്ക് ഡയറക്ടറും ആക്ടറും തമ്മിൽ സംസാരിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലത് ഫിക്സ് ചെയ്യുന്നതും. അങ്ങനെ ഒരു ട്രാക്കിലാവുമ്പോഴാണ് ആ പേടി മാറി ഞാൻ പെർഫോം ചെയ്യുന്നത്. ഏതെങ്കിലും സീൻ എടുക്കുമ്പോൾ ഇത്രയും കുറേ സീൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻസ് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ട് എടുത്ത ഏതെങ്കിലും സീൻ ഉണ്ടോ? അങ്ങനെ മെമ്മറബിൾ ഞാനിപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സിനിമ 1001 കംപ്ലീറ്റ് പുതിയ ആൾക്കാരാണ്. അപ്പോൾ അത് ഞാൻ എന്താണോ പറഞ്ഞത് അത് എടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോൾ ഇവർ ആർട്ടിസ്റ്റുകളും ആസിക്കാൻ എന്നെക്കാട്ടി 90 സിനിമയുടെ എക്സ്പീരിയൻസ് എല്ലാവരും അങ്ങനെയുള്ളവരാണ്. പക്ഷേ ഞാൻ കുറേ കൂടെ ലേൺ ചെയ്യുകയും ചെയ്തത്. കാരണം എനിക്ക് ഒരു മൊമെൻ്റൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ആസിക്ക് അതിലൊരു 2 കാറ് വരുന്ന സീനുണ്ട്. അപ്പോൾ കൈ കാണിക്കണം. അപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ളത് വരുന്നു കൈ കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വരുന്ന ആളൊരു സാറാണ്. അപ്പോൾ അതിൽ ആസിക്ക് കൈ കാണിച്ചുള്ള ഒരു പകുതി ലെവലിലേ പൊക്കിയുള്ളൂ. അത് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അടുത്തത് വരുന്നത് ഫ്രണ്ടാണ്, അതിൽ ഇങ്ങനെയാണ് പൊക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻപുട്സൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് ഇടുന്നതാണ്. അപ്പോൾ അത് ത്രൂ ഔട്ട് ഓരോരുത്തരുടെ ഇതിലും അത് ഉണ്ടായിരുന്നു എന്നല്ല. ഇപ്പോൾ ദീപ ഭക്ഷണം കഴിക്കുന്ന ഒരു സീക്വൻസിൽ, അതുപോലെ ദീപക്ക് ഇപ്പോൾ ജപ്പുവിനോട് വഴക്കിടുന്നു, ദേഷ്യം പിടിക്കുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഏത് അളവിൽ ചെയ്യണം, കാരണം ഇപ്പോൾ ഒരു കുട്ടിയല്ല, അവന് പേടിക്കോ തോന്നാതെ ആ ക്യാരക്ടറായി ചെയ്യുക എന്നുള്ളത് ഞാനത് കുറേ കൂടെ എൻജോയ് ചെയ്യുന്നത്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാവുകയും ചെയ്തു. ഓക്കെ, കമ്മിങ് ടു യു ഇക്ക. താങ്ക് യു. കമ്മിങ് ടു യു ഇക്ക. എനിക്ക് ആക്ച്വലി 9-ാം തീയതിക്കിടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 10th എക്സാം ആയതുകൊണ്ട് ഐ കുഡിന്റ് ഡു ഇറ്റ് ആൻഡ് എനിക്ക് ഭയങ്കര വിഷമമായി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. എന്നെക്കാളും വിഷമം എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സ് ഇക്കടെ ഭയങ്കര ഡൈ ഹാർട്ട് ഫാൻസ് ആണ്. അപ്പോൾ അവരായിരുന്നു, നീ എക്സാമിന് രാത്രി ഇരുന്ന് പഠിച്ചാലും കുഴപ്പമില്ല, രാവിലെ വന്ന് ഇന്റർവ്യൂ എടുക്കുമെന്ന് പറഞ്ഞ്. പക്ഷെ എക്സാം കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആണ് എനിക്ക് വീണ്ടും അതേ ചാനലിൽ തന്നെ ഓഫർ വരുന്നത്. അപ്പോൾ ഐ തോട്ട് അവരിൽ നിന്നൊരു 4-5 ക്വസ്റ്റ്യൻ പ്രേക്ഷകർ, ആരാധകർ എന്നുള്ള രീതിയിൽ കളക്ട് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഡിപ്പ് വന്നിട്ടുണ്ടായിരുന്നു കരിയറിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ഷനിലോ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടോ ആസ് ആൻ ആക്ടർ? ഇല്ല, ഞാൻ ബോധപൂർവം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആദ്യ സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടിയ സമയം മുതൽ ഞാൻ ഇടുന്ന എഫേർട്ടും ക്രൈറ്റീരിയ എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഈ പോകെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ, ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ അറിയാതെ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ സമയം നന്നായി എന്ന് പറയാം. കുറച്ച് നല്ല സിനിമ എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി ഇല്ല. കാര്യം നമുക്ക് ഒരുപാട് നല്ല ഡയറക്ടേഴ്സിന്റെ മോശം സിനിമകളുണ്ട്, ഒരുപാട് പുതിയ ആളുകളുടെ നല്ല സിനിമകളുണ്ട്. ഇപ്പൊ എന്റെ തന്നെ നോക്കുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ടൈമേഴ്സിന്റെ കൂടെ ചെയ്ത സിനിമകളാണ് എനിക്ക് ഏറ്റവും പേര് കിട്ടിയിട്ടുള്ള സിനിമകൾ. അപ്പൊ അങ്ങനെ ഇതിനൊരു ഫോർമാറ്റ് ഇല്ല. പക്ഷെ എന്തോ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നു, അത് തന്നെ വന്നതാണ്. ഈ ചോദ്യം ചോദിച്ച ആരാധിക ആക്ച്വലി എനിക്ക് അറിയാം. ഡോക്ടർ അനീറ്റ പയസ്. ശരി, ആളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, സോ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ റിയലിസ്റ്റിക് ആയി അടികൊള്ളുന്ന ആൾ എന്ന് പറയുന്ന ഒരു അതെ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും റോള് ക്യാരക്ടർ വരുന്ന സമയത്തെ അതിന് എന്ത് ഡിഫറൻസ് വരുത്താനാ ശ്രമിക്കാറ്? ഒരു പേടിയുണ്ടോ ഇപ്പോഴും? ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഡയറക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അവരെന്നെ എങ്ങനെയാണോ ആ സിനിമയിൽ പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഷോട്ടിനും അവർക്ക് ഓക്കെ ആവുന്ന രീതിയിലേക്കാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ എന്തെങ്കിലും മാറ്റം വേണമെന്ന് അവർ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് മാറ്റാൻ ശ്രമിക്കും. അല്ലാതെ വേറെ പെർട്ടിക്കുലർ ആയിട്ടൊന്നും ഇല്ല. പിന്നെ ഈ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ കണ്ണിനെ പറ്റി പറയുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറിയ ഉള്ളിലേക്ക് കയറും ഇത്. പിന്നെ അതിൽ നമ്മൾ കോൺഷ്യസ് ആവാൻ തുടങ്ങും. അല്ലെ, ഇപ്പൊ ഈ അടി കിട്ടുന്നതിനെ ഞാൻ അന്ന് പറഞ്ഞു, ഇപ്പം മേടിക്കാൻ പേടിയാണ്, ഇനി എന്ത് പുതിയ റിയാക്ഷൻ ഞാൻ കൊടുക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടെന്നുള്ളത്. അപ്പൊ അതൊക്കെ അങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി വന്നത്, അതിൻ്റെ അകത്ത് ഞാനൊന്നും അങ്ങനെ ബോധപൂർവം ചെയ്തതല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഫാമിലി മാൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സർക്കിട്ട് പോവാൻ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ആണെങ്കിൽ ഇഷ്ടമുള്ള സ്ഥലം അതെന്തുകൊണ്ട്? ഞാൻ ശരിക്കും വാപ്പയുടെ ഉമ്മയുടെ കൂടെ വളരെ കുറച്ചാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഞാൻ ഒരു ഹൈസ്കൂൾ മുതലൊക്കെ ബോർഡിങ്ങിലായിരുന്നു. പിന്നെ അങ്ങനെ ശരി പിന്നെ അങ്ങനെ
വാപ്പ പൊളിറ്റിക്സിലാണ്. അപ്പം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു വാപ്പ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഒത്തിരി സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് സമ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ഒരു 3 മാസത്തിലെങ്കിലും എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുക, എവിടെയെങ്കിലും പോയി നിൽക്കുക, ഒരുമിച്ച് എല്ലാവരും കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് ബോയ്സിനുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, നമ്മളൊരു പ്രായം കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം, യുനോ. നമ്മൾ ഡിറ്റാച്ച്ഡ് ആവും, നമ്മൾ ഇറങ്ങി നമുക്ക് ഫ്രണ്ട്സ് ആണ് എല്ലാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മളൊരു റൗണ്ട് കറങ്ങിയിട്ട് പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോകണം എന്നുള്ള ഇപ്പൊ ആ സ്റ്റേജിലാണ് ഞാനുള്ളത്. ഇപ്പം എനിക്ക് അതും വന്നതിന് ശേഷമാണ് ഞാൻ ശരിക്കും എന്റെ പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ മനസ്സിലായത്. ഇപ്പൊ ഈ സിനിമയുടെ ഐഡിയ തന്നെ അതാണ്. അപ്പോ എനിക്ക് ഇഷ്ടമാണ് പാരന്റ്സ് ആയിട്ട് പോവാൻ, പക്ഷെ അത് ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദു ഹയ വലുതായി കഴിഞ്ഞാൽ ഉപ്പയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് സർക്കിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക ഏതായിരിക്കും സജസ്റ്റ് ചെയ്യാൻ? ഒരു സ്ഥലവും സ്ഥലം, അത് എന്തുകൊണ്ട് അവരിത് കണ്ടിരിക്കണം എന്ന് ആസ് എ ഫാദർ ആഗ്രഹം ഉണ്ടാവുന്നത്? അയ്യോ, ജനിച്ച നാട് കാണുന്നത്. എനിക്കറിയില്ല. ഞാനിപ്പം കുട്ടികളായിട്ട് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പം ഈ ട്രാവലിംഗും കൂടെ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, അവര് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. കുറെ കൂടെ ബോൾഡ് ആവും. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല അല്ലേ. കുറെ സ്ഥലം പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്ഥലത്ത് എത്തുവാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരിയറിൽ ഒരു ചെറിയ ഡിപ്പ് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. പൊതുവെ അങ്ങനെ ഒരു ഡിപ്പ് വരുന്ന സമയത്തെ മലയാളികൾ ഒന്ന് പിൻവാങ്ങാറുണ്ട്. പക്ഷെ ബൈ ഗോഡ്സ് ഗ്രേസ് ഇക്കൊക്കെ തന്നെ അറിയാം, ഇക്കയുടെ ഫാൻസ് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഇത് ഹിറ്റ് ആവണേ എന്നുള്ള. അതെ, എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അവര് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. അവര് നല്ല വാട്ട് ഡു യു ഫീൽ അവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ആ സ്നേഹം എല്ലാവർക്കും കിട്ടുന്നതല്ലെന്ന് എനിക്കറിയാം. അപ്പൊ അതിന് കൃത്യമായി ഞാൻ അത് ഹാൻഡിൽ ചെയ്യണം, എപ്പോഴും അത് ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഓക്കെ, ദീപകേട്ടാ, റോൾസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പൊതുവെ? പ്രത്യേകിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. കുഴപ്പമില്ലാത്ത സിനിമകളാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഫ്ലിപ്പ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാത്രല്ല പലതും ചെയ്യും. ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത് അത്ഭുതമാണ്. കാറിന്റെ മേളിലൊക്കെ ഫ്ലിപ്പ് ചെയ്ത് താഴെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ താല്പര്യം ഉണ്ടോ? പറഞ്ഞു ചെയ്യും, നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലില്ല, കൺട്രോളാ ഇവിടെ അല്ലേ. അല്ല, അവന് ഷൂട്ട് ചെയ്യാനാ ക്യാമറ ഒപ്പം ചാടാൻ എന്താണെങ്കിൽ കുഴപ്പമില്ല. ഇതൊക്കെ ചെറുത്. പൊതുവെ മലയാളികൾക്ക് ഈ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുട്ടികളെ വെച്ചിട്ടുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പൂക്കാലം വരവായി ആണെങ്കിലും താരേ സമീം പർ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ്ലി മങ്കി പെൻ എന്നൊക്കെ പറയുന്ന മൂവീസ് നമ്മൾ റിപ്പീറ്റഡ്ലി കാണുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പടം ഈ ഒരു സമ്മർ വെക്കേഷനിൽ ഇറങ്ങുന്ന സമയത്ത് എന്താണ് ആസ് എ ഡയറക്ടർ പ്രതീക്ഷകൾ? മെയ് 8 ഇറങ്ങുന്നത് പടം. പ്രതീക്ഷ സിനിമ കാണാന്നുള്ളതാണ് പ്രതീക്ഷ. കുട്ടികൾക്ക് ആക്ച്വലി കുട്ടികളുടെ സിനിമയ്ക്ക് എപ്പോഴും ഒരു എക്സ്ട്രാ മാജിക് വർക്കാവും. അതായത് അവർ ഇപ്പോൾ ഇറാനിയൻ സിനിമ ചിൽഡ്രൻ ഓഫ് ഹെവൻ ഒക്കെ ആണെങ്കിലും മങ്കി പെൻ താരേ സമീം പർ ഒക്കെ ആണെങ്കിലും അവർ ചെയ്യുന്നത് പിന്നെ നമുക്കത് കാണാൻ കൗതുകം ഒരു രസമുള്ള പരിപാടിയാണ്. സർക്കിട്ട് ഒരേ സമയം കുട്ടികളുടെ പരിപാടി, അതേസമയം കുറച്ചുകൂടി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പാരൻറ്റിങ്ങും ഒരു ബോണ്ടും എങ്ങനെയാണ് ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്, അത്ര ഏരിയകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നൊരു സിനിമയാണ്. പ്രത്യേകിച്ച് വെക്കേഷനിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണേണ്ട, ഇപ്പോൾ അതിനെ പറ്റിയ എല്ലാ ചേരുവകളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറക്കുന്നതാണ്. അൺഎംപ്ലോയ്മെന്റ് ഇതിലൊരു വിഷയമായിട്ട് വരുന്നുണ്ടല്ലേ. അമീർ ക്യാരക്ടറിന് ഒരു സ്ട്രഗിൾ ഉണ്ട്. അപ്പോൾ 8 പടം റിലീസ് ആവുകയാണ്, എല്ലാവരും വന്ന് കാണണം എന്നൊന്ന് പറയോ അതിൽ നോക്കിയിട്ട്? മെയ് 8 സിനിമ റിലീസ് ആണ്. എല്ലാരും മസ്റ്റ് വാച്ച് ചെയ്യണം, എല്ലാരും പോയി കാണണം. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ പടവും വളരെ 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 നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് സർക്കിട്ടും കൂടെ ഒരു ഭാഗമായി മാറട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us today.